ഹായ് ഓൾ. അപ്പം ഇന്ത്യൻ റെയിൽവേയിലെ ഈ വർഷത്തെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഔട്ട് ആയിട്ടുണ്ട്. അതായത് ALPയുടെ നോട്ടിഫിക്കേഷൻ ആദ്യമേ വന്നിരുന്നു. രണ്ടാമതായിട്ട് RRB ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ ജൂൺ 30 ഒഫീഷ്യലി വരും എന്നാണ് നമ്മുടെ ഷോർട്ട് നോട്ടീസിൽ പറയുന്നത്. അപ്പം RRB ടെക്നീഷ്യനെ സംബന്ധിച്ച് നമുക്ക് യോഗ്യതകൾ നോക്കുവാണെങ്കിൽ +2 ക്വാളിഫിക്കേഷനിൽ വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ അതിലുണ്ട്. അതായത് +2ന് നിങ്ങൾ സയൻസ് പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട്, അതായത് ടെക്നീഷ്യനകത്ത് ഒരു പോസ്റ്റ് നിങ്ങൾക്കായിട്ട് തന്നെ ഉണ്ട്. അപ്പം അതൊന്നും അധികം ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ആ ഒരു പോസ്റ്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ടെക്നീഷ്യന്റെ ജനറൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം RRB ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ, അതായത് ഗ്രേഡ് 1 സിഗ്നൽസും ഉണ്ട്, ഗ്രേഡ് 3യും ഉണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസ്, അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3, ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്നത് പേ ലെവൽ 5 ആണ്. അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത് പേ ലെവൽ 2 ആണ്. അപ്പൊ ഇനീഷ്യൽ പേ വരുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന് 29,200 തൊട്ട്, അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് 19,900 മുതലുമാണ്. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന് B1 അതുപോലെ ഏജ് ലിമിറ്റ് 18 തൊട്ട് 33 വയസ്സ് വരെ. വേക്കൻസീസ് 323 ആണ്. അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3യിലേക്ക് വരുമ്പോൾ ടോട്ടൽ വേക്കൻസി 6,242 ആണ്. ടോട്ടൽ വേക്കൻസീസ് 6,565 ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് പല പല പോസ്റ്റുകളുണ്ട്. അതായത് ITI ഡിഫറെന്റ് ട്രേഡ് പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പല പല പോസ്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ പോസ്റ്റിന്റെയും കൊടുത്തിട്ടുണ്ടാവും. അപ്പം +2 ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഗ്രേഡ് 3 S&D എന്ന് പറയുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&D എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. അതായത് നമ്മൾ ജനറലി ടെക്നീഷ്യന്റെ ക്വാളിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ 10th+ ITI, അതായത് ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക് ഒക്കെ കഴിഞ്ഞവർക്ക് 10th+ ITI ഉണ്ടെങ്കിൽ പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ 10th+ അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ +2 വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ്, അതായത് അതാണ് പറഞ്ഞത്, +2ന് ഫിസിക്സും മാത്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&D എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് സയൻസ് സ്ട്രീം ഗ്രാജുവേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം +2 ക്വാളിഫിക്കേഷൻ, ഇപ്പം +2 കഴിഞ്ഞ് +2 സയൻസ് പഠിച്ച ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേരുണ്ടാവും. അപ്പം നിങ്ങൾ ഫിസിക്സും മാത്സും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&D എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അതുകൊണ്ടാണ് +2 ക്വാളിഫിക്കേഷനിൽ വന്ന ആ ഒരു പോസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് നോട്ടിഫിക്കേഷനിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്കായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ആ ഒരു പോസ്റ്റ് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിലെ വേക്കൻസീസ് എത്രയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം ALPയുടെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ സിലബസിലും പാറ്റേണിലും ഒക്കെ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെയും നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ അതിന്റെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇങ്ങനൊരു അവസരം നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 18 തൊട്ട് 30 വയസ്സ് വരെയാണ്. SC ST OBCക്ക് അതിൻ്റെതായ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് CBT-1 എക്സാം, അതായത് ഒറ്റ CBT എക്സാമേ ഉള്ളായിരുന്നു പ്രീവിയസ് ഇയർ. അതായത് ലാസ്റ്റ് ഇയർ വരെ CBT എക്സാം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമോ എന്നുള്ളത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, അങ്ങനെയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് പോകുന്നത്. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ട് ഈ RRB ALPയുടെ അതേപോലെ RRB ടെക്നീഷ്യന്റെ ഒക്കെ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ITI ഡിപ്ലോമ കഴിഞ്ഞവർ, അല്ലെങ്കിൽ BTech കഴിഞ്ഞവർ, അല്ലെങ്കിൽ ഇപ്പോൾ +2 സയൻസ് യോഗ്യതയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകൾ ഇന്ത്യൻ റെയിൽവേയിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് പഠിക്കാനും അതേപോലെ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.